ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡീപ്പ് വർക്കിനെ പറ്റിയാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള വർക്ക് ഉണ്ട്, ഡീപ്പ് വർക്കും ഷാലോ വർക്കും. അപ്പോൾ ഷാലോ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനിടയിൽ ഫോൺ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റു പല കാര്യങ്ങളും ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കുറച്ച് സമയം വേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ലൂപ്പ് പോലെ നീണ്ടു നടന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത്, അത് പ്രൊഡക്ടിവിറ്റി കുറയാനും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാനും ഒക്കെ അത് കാരണമാകും. ജീവിതാവസാനം വരെ നമ്മളത് ചെയ്യുന്ന സമയത്തും നമുക്കൊരു വലിയ കാര്യമൊന്നും തോന്നൂല. ഷാലോ വർക്ക് ആണെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആയ ഒരുപാട് പ്രൊഫഷണൽസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബിൽ ഗേറ്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ ഹാരി പോട്ടർ എഴുതിയ ആ ഒരു വ്യക്തി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡീപ്പ് വർക്കിലൂടെയാണ് അവരുടെ സക്സസ് നേടിയെടുത്തിട്ടുള്ളത്. ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യുക. അത് ഫോണിലാണ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ മറ്റു നോട്ടിഫിക്കേഷനൊക്കെ മ്യൂട്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ശരിക്കും ഒരു ഹൗസ് വൈഫാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയൊരു സമയത്ത് ആരും ഇല്ലാത്തൊരു ടൈം നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു 3-4 മക്കളുള്ള യൂട്യൂബേഴ്സൊക്കെ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്നതും ഒരു ഹാർഡ് വർക്കാണ്. അവർ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടി പാതിരാക്ക് 2 മണിക്കും 1 മണിക്കൊക്കെ അലാറം വെച്ച് എണീച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു ടൈം അവർ ബ്ലോക്ക് ചെയ്തിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് ഡീപ്പ് വർക്ക് ചെയ്യാണ്. അതുപോലെ പുലർച്ചെ 4 മണിക്കോ 5 മണിക്കൊക്കെ എണീച്ചിട്ട് ഡീപ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ആ ഒരു വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 2-3 മണിക്കൂർ ചെയ്യുമ്പോൾ അത്രയും റിസൾട്ട് ആ ഒരു വർക്കിൽ അവർക്ക് കിട്ടും. അത് ഈ പാതിരാക്കോ അല്ലെങ്കിൽ പുലർച്ചക്കോ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ ആണോ ഉള്ളത്, അത് എങ്ങനെ ഓവർകം ചെയ്യാം, അതിന് എതിരായിട്ട് എങ്ങനെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഡീപ്പ് വർക്കിലേക്ക് ഇറങ്ങുക. ഡീപ്പ് വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്താൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആകാൻ ഇതിലും വലിയ കാര്യം വേറെ ഇല്ല. നമ്മൾ ഏതൊരു മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒരു വിജയം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡീപ്പ് വർക്ക് സഹായിക്കും. ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനിൽ, ആ ഒരു മേഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡീപ്പ് വർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്കില്ല്, ഡീപ്പ് വർക്ക് എന്ന ആ ഒരു സ്കില്ല് ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് നമുക്ക് നമ്മളുടെ ആ ഒരു സ്കില്ല് നമ്മളിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാനൊന്നും പറ്റൂല. ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മളൊരു ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. ആ സമയത്ത് എന്തൊക്കെയാണ് നമ്മളിൽ ഡിസ്ട്രാക്ഷൻസ് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. അത് നമ്മളുടേതായ രീതിയിൽ നമ്മളത് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡീപ്പ് വർക്കിന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഹൈ ആക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് 2 വാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ബോഡിയൊക്കെ മൂവ്മെന്റ് ചെയ്തിട്ട് ആ രീതിയിലൊക്കെ ചെയ്യാം. കോഫി കുടിച്ചിട്ടാണോ നിങ്ങൾക്ക് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലാത്ത പക്ഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സാൻഡിലോ അരോമയോ അല്ലെങ്കിൽ ബഹൂറോ എന്തെങ്കിലുമൊക്കെ പുകച്ചിട്ട് ആ ഒരു മണത്തിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് എനർജി കിട്ടുന്ന എന്ത് കാര്യമാണോ, ഒരു കുളിച്ച് ഫ്രഷ് ആയിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് പോമറോഡോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും 4 രീതിയിലാണ് ഈ ഡീപ്പ് വർക്കിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് പോമറോഡോ ടെക്നിക്സ് വഴി ഞാൻ 25 മിനിറ്റ് ആണ് ഡീപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെയും 25 മിനിറ്റ് ഞാനൊരു കാര്യം ചെയ്യും, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ആ രീതിയിൽ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിറാക്കിൾസ് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ട് പോകും. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അഡിക്റ്റായി മാറിയിരിക്കുക ആൾക്കാർക്ക്. ഒരു സെക്കൻഡ് പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു
സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മാറിയിരുന്ന് ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലെവൽ ഏത് രീതിയിലായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇന്നു മുതൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ, നിങ്ങളുടെ പാഷൻ ഏതാണോ, അതിൽ നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്ത് തുടങ്ങുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴും കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കാര്യം നാളെ ചെയ്യാം, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ബുക്കിലുള്ള ഒരു സിസ്റ്റമാണ്. എന്താണോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി വെക്കുന്നത്, അത് വേണം നിങ്ങൾ ഈ ഒരു പോമറോട്ടോ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ചെയ്തിട്ട് ടൈം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം വേണം ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് അത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞല്ലോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യുക, അത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരും ആ ഒരു ഷാലോ വർക്കിൽ നിന്നും ഡീപ്പ് വർക്കിലേക്ക് സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവുക. ഓക്കെ, താങ്ക് യു.